ഇത് പുറത്തു വന്നു എന്നുള്ളൊരു വാർത്തയിലൂടെയുള്ള അറിവല്ലാതെ എന്താണ് റിപ്പോർട്ടെന്നോ റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ എന്താണെന്നോ ഒന്നും ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. അപ്പോൾ ഇത് ഏത് തരത്തിലാണ് ഞങ്ങളെ ബാധിക്കുന്നതെന്നോ ഏത് കാര്യത്തിനാണ് മറുപടി പറയേണ്ടതെന്നതിനെ പറ്റി വ്യക്തമായൊരു ധാരണയില്ല. 2-3 ദിവസമായിട്ട് ഞങ്ങൾ ഈ അമ്മ ഒരു ഷോ നടക്കുന്നതിന്റെ റിഹേഴ്സലുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാവരും എറണാകുളത്ത് കൂടിയിരിക്കുകയാണ്. അപ്പോൾ അതിനാണിപ്പോൾ ഞങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പോൾ ഈ വിവരം ഒന്ന് അറിഞ്ഞിട്ട് അതിന്റെ ഡീറ്റെയിൽസ് എന്താണെന്ന് അറിഞ്ഞിട്ട് ആ റിപ്പോർട്ട് വിശദമായി പഠിച്ചിട്ട് എവിടെയാണ് മറുപടി പറയേണ്ടത്, എന്താണ് പറയുന്നത്, എന്താണ് പറയേണ്ടത് എന്നൊരു തീരുമാനം എടുക്കാം. ഇപ്പോൾ ഞാൻ മാത്രമല്ല, പ്രൊഡ്യൂസർ അസോസിയേഷന്റെ ജനറൽ സെക്രട്ടറി ബി രാകേഷുണ്ട്, ഞങ്ങളുടെ ജോയിന്റ് സെക്രട്ടറി ബാബുരാജുണ്ട്, വൈസ് പ്രസിഡന്റ് ജയനുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോൾ ഞങ്ങളിതെല്ലാവരും കൂടി ആലോചിച്ചിട്ട് ഇനി മറ്റ് സംഘടനകളുമായിട്ടും ഒക്കെ നമുക്ക് ആലോചിക്കേണ്ടതുണ്ട്. അതിന് റിപ്പോർട്ടിന്റെ ഒരു വിശദാംശങ്ങൾ അറിഞ്ഞെങ്കിൽ മാത്രമേ, റിപ്പോർട്ട് എന്താണെന്ന് പഠിച്ചെങ്കിൽ മാത്രമേ നമ്മൾ പറയാൻ പാടുള്ളൂ. കാരണം ഇത് വളരെ സെൻസിറ്റീവായ ഒരു കാര്യമാണ്. നമ്മൾ എന്തെങ്കിലും ഒരു വാക്ക് പറയുമ്പോഴോ ഒരു അക്ഷരം പറയുമ്പോഴോ വളരെ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ എന്റെ വായിൽ നിന്നോ അല്ലെങ്കിൽ എന്റെ സഹപ്രവർത്തകരുടെ വായിൽ നിന്നോ ഇതിനെപ്പറ്റി അറിയാതെ എന്തെങ്കിലും പറഞ്ഞു പോയാൽ അത് ഭാവിയിൽ വലിയ ദൂഷ്യഫലങ്ങൾ ഉണ്ടാക്കും. അപ്പോൾ അതുകൊണ്ട് റിപ്പോർട്ടിനെ പറ്റി വിശദമായി പഠിച്ചതിന് ശേഷം തീർച്ചയായിട്ടും നിങ്ങളെ കാണുന്നതാണ്. നിങ്ങളോട് ഞങ്ങൾ അതിനെപ്പറ്റി ഞങ്ങളുടെ അഭിപ്രായം പറയുന്നതുമാണ്. എന്ത് രീതിയിലാണ് അങ്ങനെ വിവേചനം, ആർക്കാണ് ഉണ്ടായിട്ടുള്ളത്, ഇതിനെപ്പറ്റി ആരാണ് പരാതിപ്പെട്ടിട്ടുള്ളത്, ആർക്കെതിരെയാണ് പരാതി, ഇതൊക്കെ നമുക്കൊന്ന് വിശദമായി പഠിക്കേണ്ടിയിരിക്കുന്നു. അല്ലാതെ നമ്മളൊരു എന്തെങ്കിലും എവിടെന്നെങ്കിലും കേട്ടിട്ട് നമുക്ക് അതിനനുസരിച്ച് ഒരു മറുപടി പറയാൻ സാധിക്കില്ല. ഞാൻ പറഞ്ഞില്ലേ, ആരെക്കുറിച്ചാണ് പരാതി, ആർക്കാണ് പരാതി, എവിടെയാണ് സംഭവം നടന്നത് എന്നതിനെക്കുറിച്ചൊക്കെ അറിഞ്ഞതിന് ശേഷമേ നമുക്ക് എന്തെങ്കിലും തീരുമാനമെടുക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും നടപടിയിലേക്ക് പോകാനും സാധിക്കുള്ളൂ. അപ്പോൾ അതിന് കുറച്ച് സാവകാശം കൊടുത്താലും അതിനുശേഷം പറയാം. നിയമ നടപടികൾക്കെല്ലാം അനുകൂലമായി തന്നെ നമുക്ക് നിൽക്കാൻ സാധിക്കുകയുള്ളൂ. കാരണം സിനിമ നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് ഞങ്ങൾ. അപ്പോൾ അതിന് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് എന്ത് നീക്കം ഉണ്ടായാലും തീർച്ചയായും എല്ലാ സംഘടനകളുടെയും സപ്പോർട്ട് ഉണ്ടാകും.